നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പള്ളിക്കത്തോട് ഇളംപള്ളിയിലെ വീട്ടമ്മ സിന്ധുവിന്റെ കൊലപാതകം. കുറ്റം സമ്മതിച്ച മകൻ അരവിന്ദ് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം കൊലപാതകത്തിന് കാരണമായി. പ്രതിയായ മകൻ ലഹരിക്കടിമ. കോട്ടയം കോടിമതയിലെ ABC സെന്റർ വീണ്ടും പ്രവർത്തനം തുടങ്ങി. 10 തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ചു. ജില്ലയിൽ 3 ABC സെന്റർ കൂടി പ്രവർത്തനം തുടങ്ങുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ്. UDF-ഉമായി തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ഇടതുമുന്നണിയിൽ ഹാപ്പി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി. ശബരിമലയിൽ നിറപുത്തരി ആഘോഷം ജൂലൈ 30-ന്. ജൂലൈ മാസത്തിൽ 3 തവണ നട തുറക്കുന്ന അപൂർവത. നവഗ്രഹ കോവിൽ പ്രതിഷ്ഠയും രാമായണ മാസാചരണവും നിറപുത്തരിയും ജൂലൈ മാസത്തിൽ. വാർത്തകൾ വിശദമായി. പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ ഞെട്ടിവിറച്ച് നാട്. കുടുംബവഴക്കിനെ തുടർന്നാണ് പുല്ലാനിത്തകടി അടുകാണിൽ സിന്ധുവിനെ മകൻ അരവിന്ദ് കൊലപ്പെടുത്തിയത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി അരവിന്ദ് പോലീസിനോട് സമ്മതിച്ചു. ലഹരിക്കടിമയായിരുന്നു ഇയാൾ. പള്ളിക്കത്തോട് ഇളംപള്ളിയിൽ ഇന്നലെ രാത്രിയുണ്ടായ വീട്ടമ്മയുടെ കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. കുടുംബവഴക്കിനെ തുടർന്ന് പുല്ലാനിത്തകടി അടുകാണിൽ സിന്ധുവിനെ മകൻ അരവിന്ദ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. വാക്ക് തർക്കത്തെ തുടർന്ന് വെട്ടുകത്തികൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സിന്ധുവിനെ വെട്ടിയ ശേഷം അയൽപക്കത്തെ വീട്ടിലെത്തി അരവിന്ദ് തന്നെയാണ് വിവരമറിയിച്ചത്. വെട്ടിയ വാക്കത്തിയുമായാണ് അരവിന്ദ് വീട്ടിലെത്തിയതെന്ന് അയൽവാസി അനൂപ് പറഞ്ഞു. ആരാണ്ട് വിളിക്കുന്ന പോലെ ഇത് കേട്ടിട്ടാണ് ഞാൻ കഥ പറഞ്ഞത്. അത് വന്നപ്പോഴത്തേനും ഇവൻ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പോലീസുകാരെ വിളിക്കണം, പള്ളിക്കത്തോട് സ്റ്റേഷനോട് വിളിക്കണം. ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരെയാ കൊന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇതേപോലെ എൻ്റെ തള്ളയാന്ന് പറഞ്ഞു. അന്നേരത്തേനും ഇവർ വീട്ടുകാരെല്ലാം കൂടി പെട്ടെന്ന് കഥ അടച്ചു. എൻ്റെ കൈ വാക്കത്തി ഉണ്ടായിരുന്നു, ബ്ലഡ് ഷർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പെട്ടെന്ന് കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ഞാനൊരു മെമ്പറെ വിളിച്ച് പറഞ്ഞു, നമ്മളെ പോലീസ് സ്റ്റേഷനോട്ട് പറയാം, സാറേ ഇന്നൊരു സംഭവം, അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, ശരിയാണെന്ന് അറിയത്തില്ല, പക്ഷേ ഇവൻ്റെ കയ്യിൽ ബ്ലഡൊക്കെ ഉണ്ട്, കയ്യിൽ വാക്കത്തി ഉണ്ടെന്നോ. അതനുസരിച്ച് ബാബുചേട്ടന് മെമ്പർ പോലീസുകാരോട് പറയുകയും അവരിവിടെ എത്തുമായിരുന്നില്ല. അമിതമായ ലഹരി ഉപയോഗം മൂലം മാനസിക പ്രശ്നങ്ങൾ ഉള്ളയാളാണ് അരവിന്ദ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അരവിന്ദ് ലഹരിക്കടിമയായിരുന്നുവെന്ന് കൊല്ലപ്പെട്ട സിന്ധുവിന്റെ മൂത്ത സഹോദരി ബിന്ദു പറയുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നുവെങ്കിലും ലഹരി ഉപയോഗം പഠനം മുടക്കിയെന്നും സിന്ധു ഏറെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയതെന്നും ബിന്ദു പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് 20 വർഷമായത്. അത് അന്നേരം പോലെ ഇവള് കഷ്ടപ്പെട്ടായി കുഞ്ഞുങ്ങളെ വളർത്തിയത്. ലോട്ടറി വിറ്റ് ഓരോരുത്തർത്തൊക്കെ തേച്ച് മടക്കി അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ വളർത്തി ഇത്രയും പഠിപ്പിച്ചതല്ല. എന്നാ ഞാൻ പറഞ്ഞ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ഇവന് ഇതിൽ നിന്നോട്ട് ആയിപ്പോയി. പൈസ കൊടുക്കാൻ പറയുമായിരുന്നു. പിന്നെ ഇവനെ ഇത് മൊത്തത്തിലെടുത്ത് കച്ചവടം ചെയ്യുന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ വണ്ടിയൊക്കെ ട്രെൻഡിനെടുത്ത് ഇവൻ പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എന്താണെന്നൊന്നും അറിയത്തില്ല. അവിടെ നിന്നെല്ലാം ഇവളാണ് പൈസ കൊടുത്തെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അത് പോണക്ക് കാര്യമായിരുന്നു ഇവനെ. 20 വർഷം മുൻപ് സിന്ധുവിന്റെ ഭർത്താവ് രമേശ് മരണപ്പെട്ടിരുന്നു. അന്നു മുതൽ അടുക്കളപ്പണി ചെയ്തും ലോട്ടറി കച്ചവടം നടത്തിയുമാണ് അരവിന്ദിനെയും സഹോദരനെയും സിന്ധു വളർത്തിയത്. പള്ളിക്കത്തോടും കാഞ്ഞിരപ്പള്ളിയും കേന്ദ്രീകരിച്ചായിരുന്നു സിന്ധു ലോട്ടറി വിറ്റിരുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം കോടിമതയിലെ അനിമൽ ബർത്ത് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ആദ്യ ദിവസം തന്നെ 10 തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലാണ് ABC സെന്റർ. കോട്ടയം കോടിമത ചന്തക്കടവ് റോഡിലെ ABC സെന്ററിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ആദ്യത്തെ ദിവസം 15-ലേറെ തെരുവ് നായ്ക്കളെയാണ് ഡോഗ് ക്യാച്ചർമാർ പിടികൂടിയത്. കാരാപ്പുഴ ഗവൺമെന്റ് സ്കൂളിന് സമീപം, തിരുവാതുക്കൽ, പാറേച്ചാൽ, നാട്ടകം കോളേജിന് സമീപം, ചന്തക്കടവ് മത്സ്യ മാർക്കറ്റിന്റെ സമീപം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവയെ പിടികൂടിയത്. ഇതിൽ നിന്ന് 10 നായ്ക്കളെ വന്ധ്യംകരണത്തിന് വിധേയമാക്കി. ദിവസവും 10 തെരുവ് നായ്ക്കളെ വന്ധ്യംകരണം നടത്തുന്നതിനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. നിലവിൽ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളെ മാത്രമേ ഇവിടെ വന്ധ്യംകരിക്കുകയുള്ളൂ. വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ ഇവിടെ വന്ധ്യംകരണത്തിന് വിധേയമാക്കാറില്ല. ജില്ലയിൽ 3 സെന്ററുകൾ കൂടി ഉടൻ ആരംഭിക്കാൻ പദ്ധതിയുണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് മേധാവി ഡോക്ടർ PK മനോജ് കുമാർ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് ഏകദേശം 11 നായ്ക്കളെ പിടിച്ചിന്ന് അവയുടെ എല്ലാം സർജറി കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയം നഗരസഭ, പള്ളം ബ്ലോക്ക്, ഏറ്റുമാനൂർ ബ്ലോക്ക്, ഏറ്റുമാനൂർ നഗരസഭ ഇത്രയും സ്ഥലത്തെ തെരുവ് നായ്ക്കളെയാണ് ഇവിടെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. ഇതുകൂടാതെ ജില്ലാ ഭരണകൂടം 3 പുതിയ ABC സെൻ്ററും കൂടെ സ്ഥാപിക്കുന്നതിനുള്ള തീവ്ര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒന്ന് വാഴൂർ ബ്ലോക്കിൽ വാഴൂർ മൃഗാശുപത്രി ക്യാമ്പസിൽ, രണ്ടാമത്തേത് മാടപ്പള്ളി ബ്ലോക്കിൽ വാകത്താനം മൃഗാശുപത്രി ക്യാമ്പസ്, മൂന്നാമത്തേത് വൈക്കം ബ്ലോക്കിൽ
തലയോലപ്പറമ്പ് മൃഗാശുപത്രി ക്യാമ്പസിൽ. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റർ കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം താൽക്കാലികമായി അടച്ചുപൂട്ടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ പദ്ധതിക്ക് അനുമതി നൽകി. ഈ സാഹചര്യത്തിലാണ് സെന്റർ പ്രവർത്തിച്ച് തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ കോട്ടയം നഗരസഭാ പരിധി, തുടർന്ന് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നീട് ഏറ്റുമാനൂർ നഗരസഭാ പരിധി എന്നിവിടങ്ങളിലെ തെരുവ് നായ്ക്കളെയും പിടികൂടി വന്ധ്യംകരണം നടത്തും. തെരുവിൽ നിന്ന് പിടിക്കുന്ന നായ്ക്കളെ വന്ധ്യംകരണം നടത്തിയ ശേഷം അവയെ പിടികൂടുന്ന അതേ ഇടങ്ങളിൽ തന്നെ തിരികെ വിടും. 1,15,00,000 രൂപയാണ് ഓരോ പ്രോജക്റ്റിനും ചെലവിടുന്നത്. നിങ്ങളുടെ പരിസരത്തുള്ള തെരുവ് നായ്ക്കളെ കുറിച്ച് 9495109840 എന്ന നമ്പറിൽ വിവരം അറിയിക്കാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. UDF-മായി ചർച്ച നടക്കുന്നു എന്നത് വസ്തുതയല്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ഒരു നേതാക്കളുമായും തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല. ഇടതുമുന്നണിയിൽ ഹാപ്പിയാണെന്നും മുന്നണി മാറേണ്ട സാഹചര്യമില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ എന്നത് കേരള കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇക്കാര്യം LDF-ൽ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. ചർച്ച നടത്തുന്നു എന്ന് ആരാ പറഞ്ഞു? ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്നൊക്കെ പുറത്ത് നേതാക്കന്മാർ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്ക്, ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പം അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിൻ്റെ നിലപാടറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ സ്ട്രാറ്റജീസ് എങ്ങനെ വേണം എന്ന് പരിശോധിക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടുകയാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ശബരിമലയിൽ നിറപുത്തരി ആഘോഷം ജൂലൈ 30 നടക്കും. നിറപുത്തരി ആഘോഷത്തിനായി നട തുറക്കുന്നതോടെ ജൂലൈ മാസത്തിൽ തന്നെ വിവിധ ആഘോഷങ്ങൾക്കായി 3 പ്രാവശ്യം ശബരിമല നട തുറക്കുന്നു എന്ന അപൂർവതയും ഉണ്ടാകും. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ശബരിമലയിൽ നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറപുത്തരി ജൂലൈ 30 നടക്കും. അന്ന് പുലർച്ചെ 5:30-നും 6:30-നും മധ്യേ അത്തം നക്ഷത്രവും കർക്കിടകം രാശിയും ചേർന്നു വരുന്ന മുഹൂർത്തത്തിലാണ് നിറപുത്തരി പൂജ. ഇതിനായി ക്ഷേത്രനട 29-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തുറക്കും. പൂജകൾക്ക് ശേഷം 30-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. നവഗ്രഹ പ്രതിഷ്ഠ, കർക്കിടക മാസ പൂജ, നിറപുത്തരി പൂജകൾക്കായി ഈ ജൂലൈ മാസം ശബരിമല ക്ഷേത്രനട 3 തവണ തുറക്കും. അപൂർവമായാണ് ഒരു മാസത്തിൽ തന്നെ 3 പ്രാവശ്യം നട തുറക്കുന്നത്. മാളികപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി ജൂലൈ 11-ന് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കും. കർക്കിടക മാസ പൂജയ്ക്കായി ജൂലൈ 16-ന് വൈകിട്ട് 5-ന് നട തുറക്കും. 21-ാം തീയതി വരെ പൂജകളുണ്ടാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ജൂലൈ 30-നാണ് നിറപുത്തരി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ കേറ്ററിംഗ് സർവീസ് ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങനാശ്ശേരി പായിപ്പാട് കണ്ണൻകോട്ടാൽ വീട്ടിൽ ക്രിസ്റ്റൽ ആന്റണിയാണ് മരിച്ചത്. 37 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി മാർക്കറ്റിൽ ബോട്ട് ജെട്ടിക്ക് സമീപമായിരുന്നു സംഭവം. ഏറെ നേരമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പരിശോധിച്ചപ്പോൾ ക്രിസ്റ്റിനെ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് നിഗമനം. ലഹരിക്കെതിരെ ആന്റി ഡ്രഗ്സ് കോൺക്ലേവ് നടത്തി അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത്. 7 വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്തു. വേറിട്ട നിരവധി പദ്ധതികളുമായി കേരളത്തിലെ മികച്ച പഞ്ചായത്തുകളുടെ പട്ടികയിലുള്ള അകലക്കുന്നം പഞ്ചായത്ത് ലഹരി വിരുദ്ധ ദിനത്തിലും വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ദിനത്തിൽ പ്രത്യേക കോൺക്ലേവ് സംഘടിപ്പിച്ച് ബോധവൽക്കരണം നടത്തി. കരുതൽ 2025 ആൻഡ് ഡ്രഗ്സ് കോൺക്ലേവ് എന്ന പേരിൽ 7 വ്യത്യസ്ത വിഷയങ്ങളിൽ 7 പ്രഗത്ഭരായവരെ അണിനിരത്തിയാണ് പഞ്ചായത്ത് ലഹരി വിരുദ്ധ കോൺക്ലേവ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന സംവാദ പരിപാടിയിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജാൻസി ബാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കുട്ടികൾക്കായി നടത്തിയ സംവാദ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം മോഡറേറ്ററായി. അകലക്കുന്നം പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾക്കായി നടത്തിയ പരിപാടിയിൽ നിയമത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങൾക്ക് പള്ളിക്കത്തോട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ റെയ്നോൾഡ് പി ഫെർണാണ്ടസ്, എൻഫോഴ്സ്മെന്റ് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പാമ്പാടി അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ അജിത് കുമാർ KN, സാമൂഹിക വിഷയങ്ങൾക്ക് സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ തോമസ്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പാമ്പാടി താലൂക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് KA, വിദ്യാഭ്യാസ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കൊഴുവനാൽ AEO ഡോക്ടർ KR ബിന്ദുജി,
വനിതാ ശിശുക്ഷേമം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് CDPO ജയകുമാരി ജെ, മാനസികാരോഗ്യം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് കേരള മെമ്മറി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സിമി പീറ്റർ എന്നിവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, RGSA കോർഡിനേറ്റർ ആശിഷ്, പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസ്, VEO അമല മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 85 രൂപയും 1 പവൻ സ്വർണത്തിന് 680 രൂപയുമാണ് കുറഞ്ഞത്. 71,880 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 8,985 രൂപ. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം സ്വർണ്ണവിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണ്ണവില ഉയരാൻ കാരണമായത്. അരുവിത്തുറ സെന്റ് ജോർജ് കോളേജിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പൂഞ്ഞാർ SMV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പം ചടങ്ങിന് മോടികൂട്ടി. ഈരാറ്റുപേട്ട ജനമൈത്രി പോലീസിന്റെയും അരുവിത്തറ സെന്റ് ജോർജ് കോളേജ് കൊമേഴ്സ് വിഭാഗത്തിന്റെയും ആഭിമുഖ്യത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണം ആചരിച്ചു. ഈരാറ്റുപേട്ട SHO AJ തോമസ് അധ്യക്ഷത വഹിച്ച ലഹരി വിരുദ്ധ ദിനാചരണം കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജു ആനി ജോൺ, സെൽഫ് ഫൈനാൻസ് കൊമേഴ്സ് വിഭാഗം മേധാവി അനീഷ് PC, കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ ബിനോയ് C ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജീവിതമാണ് ലഹരി ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പൂഞ്ഞാർ SMV ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തശില്പവും ചടങ്ങിന് മുടികൂട്ടി. ന്യൂസ് ബ്യൂറോ, പാല. കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല കർമ്മ പരിപാടികളുടെ ആസൂത്രണ ശില്പശാലയും ശനിയാഴ്ച നടക്കും. രാവിലെ 9:45 കോട്ടയം സിറിൽസ് ടവറിലും ഹോട്ടൽ ഫ്ലോറൽ പാലസിലുമായിട്ടാണ് പരിപാടികൾ. ക്യാബ്സ് സംസ്ഥാന ഓഫീസ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജും ലഹരി വിരുദ്ധ കർമ്മ പരിപാടികൾ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP-യും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ സ്വന്തമായിട്ട് ഓഫീസ് ലോഗോസ് ജംഗ്ഷനിൽ സിറിൽസ് ടവറിൽ 1ാം നിലയിൽ ഈ 28-ാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ചീഫ് വിപ്പ് ശ്രീ ഡോക്ടർ ജയരാജ് അദ്ദേഹമാണ് അതിൻ്റെ ഉദ്ഘാടകൻ, ഓഫീസിൻ്റെ ഉദ്ഘാടനം. അതുപോലെ തന്നെ ഞങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി ഇന്ന് ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് അതിൻ്റെ ദിവസമാണ്. ആ ദിവസവുമായിട്ട് ബന്ധപ്പെടുത്തി ഞങ്ങളുടെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖല ലഹരി മോചനവും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഞങ്ങൾ ഈ വിപുത്വത്തിൽ ഞങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേകിച്ചും കേരളം ലഹരിക്ക് അടിപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മെയിൻ പ്രോജക്റ്റായിട്ട് ഞങ്ങൾ ഈ വർഷം എടുക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക കോട്ടയം MP ആയിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ്, അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അവர்களാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളിക്കത്തോട് ഇളംപള്ളിയിലെ വീട്ടമ്മ സിന്ധുവിന്റെ കൊലപാതകം. കുറ്റം സമ്മതിച്ച മകൻ അരവിന്ദ് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം കൊലപാതകത്തിന് കാരണമായി. പ്രതിയായ മകൻ ലഹരിക്കടിമ. കോട്ടയം കോടിമതയിലെ ABC സെന്റർ വീണ്ടും പ്രവർത്തനം തുടങ്ങി. 10 തെരുവ് നായ്ക്കളെ വന്ധ്യംകരിച്ചു. ജില്ലയിൽ 3 ABC സെന്റർ കൂടി പ്രവർത്തനം തുടങ്ങുമെന്ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ്. UDF-മായി തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. ഇടതുമുന്നണിയിൽ ഹാപ്പി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി. ശബരിമലയിൽ നിറപുത്തരി ആഘോഷം ജൂലൈ 30-ന്. ജൂലൈ മാസത്തിൽ 3 തവണ നട തുറക്കുന്ന അപൂർവത. നവഗ്രഹ കോവിൽ പ്രതിഷ്ഠയും രാമായണ മാസാചരണവും നിറപുത്തരിയും ജൂലൈ മാസത്തിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.